മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് 2 തരം ജ്യൂസാണ്. വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ 2 തരം ജ്യൂസാണ്. ആദ്യത്തെ ജ്യൂസിന് ആവശ്യമായ സാധനങ്ങൾ: കുറച്ച് തണ്ണിമത്തൻ കഷ്ണങ്ങളായി കട്ട് ചെയ്തതും, നാരങ്ങ നീരും, പുതിനയിലയും. മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത തണ്ണിമത്തൻ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കൂടെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരമുറി നാരങ്ങ പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ഭാഗം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാന്താരി ഉണ്ടെങ്കിൽ ഒരു കാന്താരി ചേർക്കാം. കാന്താരി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മധുരത്തിന് അനുസരിച്ച് ചേർക്കാം പഞ്ചസാര. ഞാനിവിടെ കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഗ്ലാസ്സിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് നാരങ്ങയുടെ ഒരു പീസും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ജ്യൂസ് അരിച്ചൊഴിക്കുകയാണ്. തണ്ണിമത്തൻ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ തണ്ണിമത്തൻ ഇടയ്ക്ക് കടിക്കാനായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. റെഡി ആയിട്ടുണ്ട്. അലങ്കരിക്കാനായിട്ട് ഒരു നാരങ്ങയുടെ പീസും വെച്ചിട്ടുണ്ട്. കുറച്ച് പുതിനയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ജ്യൂസാണ് കാണിക്കാൻ പോകുന്നത്. ഈ ജ്യൂസ് വാട്ടർമെലണും നാരങ്ങയും ഓറഞ്ചും കൂടിയുള്ള ജ്യൂസാണ്. വാട്ടർമെലണ് സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുത്തതാണ്. ഓറഞ്ചും അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കണം. പുതിനയിലയും കുറച്ച് വേണം. ഐസ് ക്യൂബും വേണം. പിന്നെ പഞ്ചസാര സിറപ്പും വേണം. നാരങ്ങയും കുറച്ച് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. അതിലേക്ക് പുതിനയിലയും കൂടി ചേർക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയും നേരത്തെ എടുത്തു വെച്ച ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനിയും ആവശ്യത്തിന് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി കുറച്ച് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ വാട്ടർമെലൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒപ്പം പഞ്ചസാര സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഡബിൾ കളറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കുടിക്കുമ്പോൾ മിക്സ് ചെയ്ത് കുടിക്കാം. അങ്ങനെ 2 തരം ജ്യൂസും റെഡി ആയിട്ടുണ്ട്. എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഇടാതെ ഈ ജ്യൂസ് തയ്യാറാക്കി കുടിക്കാവുന്നതാണ്.